അധികൃതർ കണ്ണു തുറക്കുന്നില്ല. തോട്ടം മേഖലയിലെ ജനങ്ങളുടെ ചികിത്സാ നിഷേധത്തിനെതിരെ കോൺഗ്രസ് നടത്തിവരുന്ന സമരം രണ്ടാം ഘട്ടത്തിലേക്ക്. 22 ദിവസം നടന്നു വന്നിരുന്ന റിലേ ഉപവാസ സമരത്തിന് ശേഷം അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. 23 വാർഡുകൾ ഉള്ള സംസ്ഥാനത്തെ തന്നെ വലിയ പഞ്ചായത്തായ വണ്ടിപ്പെരിയാറിൽ 26 വലിയ തേയിലത്തോട്ടങ്ങളിലെയും 15ഓളം ചെറുകിട തേയിലത്തോട്ടങ്ങളിലെയും 15ഓളം പട്ടികജാതി കോളനികളിലെയും 3 പട്ടികവർഗ കോളനികളിലെയും ഇതിനു പുറമെ നിരവധി കാർഷിക മേഖലകളിലെയും അടങ്ങുന്ന പഞ്ചായത്തിലെ നിർധന തോട്ടം തൊഴിലാളികളുടെയും മറ്റു ജനങ്ങളുടെയും പ്രാഥമിക ചികിത്സാരംഗത്തെ പ്രധാന ആശ്രയമായ വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനകൾക്കെതിരെ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരമായി ആരംഭിച്ച് പിന്നീട് റിലേ ഉപവാസ സമരമായി 22 ദിവസങ്ങൾ പിന്നിട്ടിട്ടും വണ്ടിപ്പെരിയാർ CHCയിലെ 24 മണിക്കൂർ ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തുക, കിടത്തി ചികിത്സ പുനരാരംഭിക്കുക തുടങ്ങിയ സമര നേതാക്കളുടെ ആവശ്യങ്ങൾക്കുമേൽ ആരോഗ്യമന്ത്രിയും പീരുമേട് MLA നൽകിയ ഉറപ്പ് കേവലം വാഗ്ദാനമായി മാറിയതോടുകൂടിയാണ് സമരം രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചത്. യൂത്ത് കോൺഗ്രസ് വാളാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദ്യഘട്ട നിരാഹാര സമരം ഏറ്റെടുത്തത്. യൂത്ത് കോൺഗ്രസ് വാളാടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് R. വിഘ്നേഷ് ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കുഴുവമാക്കൽ അധ്യക്ഷനായിരുന്നു. മുൻ വാളാടി മണ്ഡലം പ്രസിഡന്റ് PT വർഗീസ് സ്വാഗതം ആശംസിച്ച അനിശ്ചിതകാല നിരാഹാര സമരം NGO യൂണിയൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി M. ഉദയസൂര്യൻ ഉദ്ഘാടനം ചെയ്തു. യുവാക്കളുടെ ഒരു തിരിഞ്ഞുനോട്ടം ഈ സർക്കാർ മേഖലയിൽ, ഈ ആശുപത്രിയുടെ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും, സമരസമിതിയുടെ പേരിലും, യൂത്ത് കോൺഗ്രസിന്റെ പേരിലും, ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പേരിലും വിഘ്നേഷിനെ ആദരവപൂർവ്വം ഞാൻ ഇവിടെ അഭിവാദ്യം ചെയ്യുന്നു. നമ്മൾ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും എന്ന് ഇവിടെ സേവനം ഉണ്ടാകുന്നുണ്ടോ അന്നേ ഞങ്ങളുടെ ഈ സമരം അവസാനിപ്പിക്കൂ. എന്നെ കേൾക്കുന്ന അധികാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർക്കണം, ഈ വണ്ടിപ്പെരിയാർ പോലുള്ള ഒരു പിന്നോക്ക ഒരു ഗ്രാമപഞ്ചായത്തിൽ, അതും വലിയ ഒരു ഗ്രാമപഞ്ചായത്തായ 23 വാർഡുകൾ ഈ പഞ്ചായത്തിലുണ്ട്. നിങ്ങൾക്കറിയാമോ, 26 തോട്ടങ്ങൾ, തേയിലത്തോട്ടങ്ങൾ ഇവിടെയുണ്ട്. 15ഓളം ചെറുകിട തോട്ടങ്ങൾ, കാപ്പി, റബ്ബർ, ഏലത്തോട്ടങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെ 15ഓളം പട്ടിക ജാതി കോളനികളും ഇവിടെയുണ്ട്. 3ഓളം പട്ടിക വർഗ കോളനികളും ഇവിടെയുണ്ട്. ഇത് NH കടന്നു ചെല്ലുന്ന ഒരു മേഖലയാണ്. വളരെ ടൂറിസ്റ്റുമായി ബന്ധപ്പെട്ട് തേക്കടി മുതൽ വാഗമൺ വരെ ചെല്ലേണ്ട ഒരു റോഡ്, ഇവിടെ തേക്കടി മുതൽ പരുന്തുംപാറ ചെല്ലേണ്ട ഒരു റോഡ്. ചെറിയ ഒരു അപകടം പറ്റിയാൽ ആകെ ആശ്രയമുള്ളത് നമ്മുടെ ഈ ഗവൺമെന്റ് ആശുപത്രിയാണ്. ആ ഗവൺമെന്റ് ആശുപത്രിയെ സമീപിക്കുമ്പോൾ അവിടെ രാത്രികാലങ്ങളിൽ 2 നഴ്സുമാരെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ട്, ഇവിടെ ഡോക്ടറില്ല എന്ന് പറയുന്നതിന് വേണ്ടി. ഇത് ശരിയാണോ എന്നാണ് അധികാരി വർഗത്തോട് ഞങ്ങൾ ചോദിക്കുന്നത്. ഇന്നലെ വളരെ ദീർഘമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ആശുപത്രിയിൽ 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം നിർബന്ധമായും നിങ്ങൾ തരണം. രാത്രികാലങ്ങളിൽ ഡോക്ടറുടെ സേവനം ഇവിടെ ലഭ്യമാക്കണം. പാവപ്പെട്ട തോട്ടം തൊഴിലാളികളും ഇവിടുത്തെ പിന്നോക്കമായി ജീവിക്കുന്ന കർഷകരുമാണ് ഇവിടെ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് ആശുപത്രിയാണ്. ഈ ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങളൊന്ന് വിചാരിക്കണ്ടേ. നിങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് വോട്ട് വാങ്ങി വിജയിച്ച് നിങ്ങൾ അധികാരത്തിൽ കയറുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടേ ഈ നാട്ടിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാമെന്ന്. പക്ഷേ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടോ എന്താ? നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ല. അതിനെയാണ് ശക്തമായ പോരാട്ടത്തിൽ കൂടെ ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വളരെ ചെറുതായി നിങ്ങൾ കാണേണ്ട. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ബ്രിട്ടീഷുകാരെ ഈ രാജ്യത്ത് നിന്നും ഈ നാട്ടിൽ നിന്നും കെട്ടുകെട്ടിക്കാമെങ്കിൽ ഇവിടുത്തെ ഭരണവർഗത്തിന്റെ ദാസ്യവും ധിക്കാരവും ഞങ്ങൾ ഇവിടെ കെട്ടുകെട്ടിച്ച് 24 മണിക്കൂറും ഈ ആശുപത്രിയിൽ ഡോക്ടർ പറഞ്ഞതിന് ശേഷമേ ഞങ്ങളുടെ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അൻസാരി പുളിമുട്ടിൽ, INTUC പീരുമേട് റീജിയണൽ പ്രസിഡന്റ് KS സിദ്ദിഖ്, ജില്ലാ സെക്രട്ടറി VG ദിലീപ്, മുസ്ലിം ലീഗ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് TH അബ്ദുൾ സമദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K മാരിയപ്പനും പ്രിയങ്ക മഹേഷ്, SA ജയൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാൻ അരുവിപ്ലാക്കൽ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നജീബ് തേക്കിൻകാട്ടിൽ, അലൈസ് വാരിക്കാട്ട്, N മഹേഷ്, വിനോദ് കുമാർ, വിജയ് തുടങ്ങിയവർ അനിശ്ചിതകാല നിരാഹാര സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ.
ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ് എന്നും സ്വന്തം.